ഹലോ ഫാമിലി, ഞാൻ കുറച്ച് നേരത്തെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അമ്മയും ഞാനും കൂടെ. ആൻഡ് ഐ ഹാഡ് റിട്ടൺ സംതിങ് അപ്പ് ആൻഡ് ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ ലൈഫ് ആൻഡ് മൈ എല്ലാം. അച്ഛയുള്ള സമയത്തുള്ള ഞങ്ങളുടെ ഒരു മെമ്മറിയാണത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ വേണ്ട അമ്മ തന്നെ പറയൂ കേട്ടോ. ഒരു മിനിറ്റ്. എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി. അച്ഛനെന്നും അല്ലേ അമ്മി? ജാസ്മിക്ക് ഓർമ്മയുണ്ടാ? എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ നടക്കാൻ പോയി വന്നിട്ട് ഇതിങ്ങനെ ഇടും. അങ്ങനെ ഒരു ഇടലും അങ്ങോട്ട് ഇടും. പാവം കയ്യില് കുറെ സാധനങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ടേബിളിലേക്ക് ഇടും. ഞാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ല എന്നിട്ടാ മല്ലിയില അത് കഴുകി കുരുകുരാന്ന് അരിഞ്ഞ് നല്ലോണം ഫാനിന്റെ വെച്ചില് ഉണക്കി ഡബ്ബയിലാക്കി കറിയിലേക്ക് ഇടാൻ ഈസി ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡാൽക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയാണ് മല്ലിയില. അതിനകത്ത് ഇവിടെ എളുപ്പമാണ്. ഞാൻ കണ്ടില്ല. അയച്ചുതരാം. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ല. കുട്ടിയുടെ ബമ്മിന് ചെറിയൊരു വിഷയം പറ്റി. നടക്കാൻ പോയപ്പോ അവിടെ ഉള്ള വേറെ ഏതോ ഒരു പട്ടിക്കുട്ടി വന്ന്, വേറെ ചേച്ചിയുടെ ഒരു പട്ടിക്കുട്ടി വന്ന് ചെറിയൊരു മാന്തലോ കടിയോ എന്തോ കൊടുത്ത് ബമ്മില്. അവിടെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടില്ല അമ്മ? 3 ഇഞ്ചക്ഷനൊക്കെ എടുത്തിരിക്കണം ഞങ്ങളുടെ മോനെ. ഞങ്ങളുടെ കൊച്ചിന് എല്ലാവരും കണ്ണിട്ടതാണെന്നാണ് സംശയിക്കേണ്ടിരിക്കണേ. അന്ന് എന്തൊരു ഡിപ്രഷനായിരുന്നു അറിയാം. ഞാൻ ഈ ഡാൽക്കറിയുടെ ഇത് തന്നെ പറഞ്ഞ ആ ദിവസത്തിലെ എപ്പിസോഡ്സില്, പക്ഷെ എപ്പിസോഡിലല്ല, ആ വീഡിയോയില്. അന്ന് അമ്മയൊക്കെ മറ്റേ ഷൂട്ടിന് പോയൊക്കെ ആയിരുന്നില്ലേ? അപ്പൊ അത്തക്കളം കണ്ടായിരുന്നു. ചിത്തിരക്കളന്നുണ്ടോ? ശരിക്കും ഇല്ലല്ലേ? അങ്ങനെയല്ലല്ലോ, ചിത്തിരപ്പെണ്ണാണ്. ഓഹോ വേളിപ്പെണ്ണെ. ഓഹോ, അതങ്ങനെയല്ലാന്ന് തോന്നുന്നു ആ പാട്ട്. വെളിപ്പെൺ പാട്ട് എനിക്ക് മനസ്സിലായി. വെള്ളിക്കിണ്ണം വെട്ടില ചെല്ലം ഇല്ലത്ത ചിത്തിരപ്പെണ്ണാണെന്ന് തോന്നുന്നു. വെറ്റിലപ്പെണ്ണെ. ഓഹോ വെളിപ്പെൺ. വൃശ്ചികപ്പെണ്ണെ. ഓഹോ, പണ്ട് ഇങ്ങനത്തെ കുറെ പാട്ടൊക്കെ ഇരുന്ന് ട്രിപ്പ് ചെയ്യുന്നത്. അപ്പം അമ്മയുടെ ചിത്തിരക്കളം കാട്ടാം. ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ചാണകം ഒന്നും മെഴുകിയിടാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ മാനേജ് ചെയ്തു. ചെറിയൊരു തുളസി തറയുടെ ഒക്കെ സൈഡിലായിട്ട്. ഇഷ്ടമായോ? അപ്പം അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ കുട്ടി വിശേഷം. ഞാൻ പറഞ്ഞില്ലേ, ആ കപ്പലണ്ടിയുടെ സീൻ. അച്ഛ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന കുഞ്ഞു കാര്യങ്ങളായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണത്. അച്ഛ പണ്ട് എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരും. അതുപോലെ ഞങ്ങൾക്ക് ചോക്കോബാറും പരിപ്പോടെയൊക്കെ ആയിരിക്കും. അച്ഛ കോട്ടയത്തായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെൻ വി വർ റിയലി സ്മോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നു. എന്നെ ഒരിടത്തും നിർത്തി. നിങ്ങളെൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറില്ല എന്താണ് അഭിരാമി വേറെ സ്ഥലത്ത് ചില വീഡിയോസിലുണ്ടാവുമല്ലോ എന്ന്. അതെൻ്റെ വർക്കിൻ്റെ ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞത് ഇതിനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഒരു മനുഷ്യക്കുട്ടി ഉണ്ട് അവിടെ, അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അറിയാമല്ലോ പാപ്പു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഞാൻ എനിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവിടെ നിന്ന് കൂടുതൽ സമയം മാറുന്നത്. ഇതൊക്കെ ഒരു കുട്ടി വരണ നോക്കിയ വാലിട്ടാട്ടുന്ന കുട്ടി. क्या करूँ मैं? ओके